വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഇറഗുലർ പീരീഡ്സ് ആയിരിക്കുന്നവർക്ക് പോലും കൃത്യമായി ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണേ. അപ്പോൾ ഇറഗുലർ പീരീഡ്സ് ആയിരുന്ന എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നൊരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അതിൻ്റെ പേരെന്ന് വെച്ചാൽ പീരീഡ്സ് കലണ്ടർ എന്നാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടേ. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര ദിവസം പീരീഡ്സ് ഉണ്ടാവും എന്നുള്ളത് ചോദിക്കും അവർ. അപ്പോൾ അത് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഒരു 4 to 5 days ഉണ്ടാവും. അപ്പോൾ ഞാൻ 5 ഒന്ന് ആഡ് ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ ഞാൻ 5 ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓക്കെ, അടുത്ത് അവർ ചോദിക്കുന്നത് ആവറേജ് എത്ര ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത് ഡേറ്റ് ആവുന്നതെന്നാണ്. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം കൊടുക്കാം. ഇറഗുലർ പീരീഡ്സ് അല്ലേ, അപ്പോൾ നമുക്കൊരു ഉദ്ദേശം കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം കൊടുത്തിരുന്നത് 1 മാസമായിരുന്നു. അപ്പോൾ അങ്ങനെ 1 മാസം കൊടുത്ത് ആഡ് ചെയ്തു. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കലണ്ടറിലോട്ട് തന്നെ പോകാം. ഇതിൽ നമ്മളിപ്പം അവസാനമായിട്ട് പീരീഡ്സ് ആവുന്ന ദിവസം ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ 14 പീരീഡ് സ്റ്റാർട്ടെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മുടെ 1 മാസത്തെ നോർമലായിട്ട് 1 മാസം കൊണ്ട് പീരീഡ്സ് ആവുന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഓവുലേഷൻ ഡേ ഒക്കെ കണ്ട ഈ 28-ാം തീയതി കണ്ടില്ലേ, അതായിരിക്കും കറക്റ്റ് ഓവുലേഷൻ ഡേ. അതിനടുത്തുള്ള ദിവസങ്ങളിൽ ആ ഫ്ലവർ പോലെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ചാൻസ് ഉള്ള ഡേയ്സാണ്. ഇതെല്ലാം ചാൻസ് ഉള്ള ദിവസങ്ങളാണ്. അപ്പം ഈ ടൈമിലൊക്കെ ഇൻ്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും ആവും എന്നുള്ള ഒരു സൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറഗുലർ പീരീഡ്സ് ആകുമ്പം നമ്മുടെ പീരീഡ്സ് ഫസ്റ്റ് 2 മാസം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാണ് വരുന്നതെന്ന് ഇതിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അത് കഴിഞ്ഞ് കറക്റ്റ് ആണെന്ന് മനസ്സിലായിട്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം വെറുതെ ഒരു ഉദ്ദേശം ആഡ് ചെയ്ത് കൊടുത്തല്ലോ, 14-ാം തീയതി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പീരീഡ്സിൻ്റെ ദിവസം നോക്കണം. ഇത് കഴിഞ്ഞ് അടുത്ത മാസം നമ്മൾ എന്ന് പീരീഡ്സ് ആവുന്നു, അടുത്ത മാസം അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പീരീഡ്സ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എന്നാണോ ഡേറ്റ് ആവുന്നത് ആ ഡേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ മാസമായതും അത് കഴിഞ്ഞിട്ടായതുമായിട്ടുള്ള ദിവസങ്ങൾ എണ്ണി നോക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മാസവും അത് കഴിഞ്ഞ് അതിന് ശേഷം എന്നാവുന്നോ ആ ഡേറ്റ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആ ദിവസങ്ങൾ എണ്ണി നോക്കണം എത്ര ദിവസങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന്. ആ വ്യത്യാസത്തിൻ്റെ നടുക്കെടുക്കുക. അതായിരിക്കും നമ്മുടെ ഓവുലേഷൻ ഡേ. പക്ഷേ അത് നോർമൽ കേസിൽ മാത്രമാണ്. ഇനി അത് കഴിഞ്ഞ് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇനി 1 മാസവും കൂടെ നോക്കണം. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്കെന്ന് വെച്ചാൽ 30 ദിവസം, ഞാൻ ഒരു ഉദാഹരണം പറയണേനെ, 30 ദിവസമായിരുന്നു ആദ്യത്തെ മാസം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം 34 ദിവസമായി. അത് ഓക്കെ, 34 ദിവസം. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് അടുത്ത് വരുന്ന മാസം അതെന്തായാലും 38 ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ നമ്മൾ ഫസ്റ്റ് ആ 4 ദിവസവും 5 ദിവസവും 28 ദിവസവും എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, അത് ഞാൻ അവിടെ 38 എന്ന് കൊടുത്ത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ ഓവുലേഷൻ ഡേ കാണിച്ച് 38 എന്ന് കൊടുത്തപ്പം ആ ഓവുലേഷൻ ഡേ ഇവിടെ ഈ എഗ്ഗ് പോലെ 28-ാം തീയതി കൊടുത്തിരിക്കണല്ലേ, ആ എഗ്ഗ് പോലത്തെ ഷേപ്പ്, ഓവൽ ഷേപ്പ്, അതുപോലെ കാണിച്ച് കറക്റ്റ് ഞാൻ 38 കൊടുത്തപ്പോൾ. അപ്പോൾ അതിൻ്റെ പകുതി, അതിൻ്റെ ഹാഫ് എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ അത് 19 ദിവസമായിരിക്കും അല്ലേ, കറക്റ്റ് അല്ലേ? 19 ദിവസമായിരിക്കും. അപ്പോൾ ആ 19-ാമത്തെ ദിവസമായിരിക്കും എൻ്റെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ കാര്യത്തിൽ കൃത്യമായി വർക്കായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ 3 മാസം ഒന്ന് നോക്കണം. ആദ്യത്തെ ഫസ്റ്റ് മാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ കാഷ്വലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ പീരീഡ്സ് നിങ്ങൾക്ക് ആ ഡേറ്റ് കൃത്യമായി കിട്ടിയല്ലോ, ദിവസം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത മാസവും കൂടെ നോക്കുക എത്ര ദിവസങ്ങളുടെ വ്യത്യാസം വരുന്നുണ്ടെന്ന്.
ആ വ്യത്യാസം നോക്കിയിട്ട് തൊട്ടടുത്ത മാസവും കൂടെ, അതായത് 3-ാമത്തെ മാസവും കൂടെ നിങ്ങളുടെ പീരീഡ്സ് നോക്കുക, എത്ര ദിവസങ്ങൾ തമ്മിലാണ് വ്യത്യാസം വന്നതെന്ന്. അപ്പോൾ ആദ്യം നോക്കിയ മാസങ്ങളിപ്പം ഒരു ഉദ്ദേശം പറഞ്ഞാൽ 30 ദിവസമാണെങ്കിൽ തൊട്ടടുത്ത മാസം അത് 34 ആവുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത മാസം അതെന്തായാലും 38 ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, മാറ്റി കൊടുക്കുക. ഓക്കെ, 38 ദിവസം കഴിഞ്ഞാണ് നമ്മൾ പീരീഡ്സ് ആവുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം കാണിക്കില്ലേ, അത് 38 കൃത്യമായി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓവുലേഷൻ്റെ അവർ കറക്റ്റായിട്ട് ഇതിലേക്ക് കാണിക്കും. നമ്മുടെ ഇറഗുലർ പീരീഡ്സ് ആണെങ്കിലും അതിന് കൃത്യമായൊരു ഡേറ്റ് ഉണ്ടായിരിക്കും. ഇറഗുലർ ആണെങ്കിലും അവയ്ക്കും കൃത്യമായൊരു ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ അനുഭവമാണ്, എനിക്ക് വർക്കായ കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്കെന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു പീരീഡ്സ് ആവുന്നത്. അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. 3 മാസം, ആദ്യം 3 മാസം കറക്റ്റ് 3 മാസം എടുത്ത്, അത് കഴിഞ്ഞ് 3 മാസവും 4 ദിവസവും എടുത്ത്, അതിനുശേഷം 3 മാസവും 8 ദിവസവും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കൃത്യമായൊരു ഓവുലേഷൻ ഡേ കിട്ടി. ആ ഓവുലേഷൻ ഡേയുടെ 2 ദിവസം മുന്നേയും ആ ദിവസവും ആ ഓവുലേഷൻ്റെ ആ ഓവത്തിൻ്റെ ആ ഷേപ്പ്, ഓവൽ ഷേപ്പുള്ള കാണിക്കുന്ന ആ ഓവൽ ഷേപ്പുള്ള ആ ദിവസമല്ലേ, അതും അതിന് തൊട്ടുള്ള 2 ദിവസം മുന്നേയും ശേഷമുള്ള 1 ദിവസവും ആയിട്ട് നിങ്ങൾ ഒരു 2 or 3 ടൈം റിലേഷൻ ആവുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്കത് വർക്കായത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇനി മെസ്സേജിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാൻ വയ്യാത്തവരാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മെയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കും യൂസ്ഫുള്ളാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.